ടൈംസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷ എഴുതുന്ന LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് തസ്തിക, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. 2023 കേരള PSC ചോദിച്ച പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ആവർത്തന ചോദ്യങ്ങൾ എപ്പോഴും പല പരീക്ഷകളിലും എല്ലാ പരീക്ഷകളിലും പതിവായി ആവർത്തിച്ച് വരാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന നമുക്കറിയാത്ത ഭാഗങ്ങൾ, ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അവ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നോക്കി ആ ഭാഗങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഉത്തരം പഠിച്ച് വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. എ ഭാഗമുണ്ട്, ബി സെക്ഷനും. വൈകുണ്ഠസ്വാമികളുമായി യോജിക്കുന്നത് വൈകുണ്ഠസ്വാമികൾ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യം പറഞ്ഞേക്കാം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് സമത്വ സമാജം. അയ്യൻകാളിയുടേത് സാധുജന പരിപാലന യോഗം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. വൈകുണ്ഠസ്വാമികളുടേത് സമത്വ സമാജം, അദ്ദേഹത്തിൻ്റെ സംഘടന. അയ്യൻകാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന യോഗം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആറ്റിങ്ങൽ കലാപം. വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1721 ഏപ്രിൽ 15. കുറിച്യ കലാപം വർഷം ഒന്നാണ്. കുറിച്യ കലാപം എന്ന് പറയുമ്പോൾ കുറിച്യ കലാപം 1812 കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം എന്ന് പറയുക. പഴശ്ശി കലാപങ്ങൾ എപ്പോഴാണ്? പഴശ്ശി കലാപം 2 എണ്ണമുണ്ട്. പഴശ്ശി കലാപങ്ങൾ എപ്പോഴാണ്? ഒന്നാമത്തെ മുതൽ തുടങ്ങുമ്പോൾ 1793 to 97 ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം. രണ്ടാമത്തത് 1809 മുതൽ 1805 വരെ. 1ഉം 2ഉം പഴശ്ശി കലാപങ്ങൾ ഉള്ളതുകൊണ്ട് 2 എണ്ണം. 1793 മുതൽ 97 വരെ. 1809 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. അപ്പോൾ നമ്മുടെ അടുത്ത ആൻസർ എന്താണ്? കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു അല്ലേ? ആറ്റിങ്ങൽ കലാപം. മറ്റൊരു പേര് കൂടിയുണ്ട്. ആദ്യമായി നടന്ന സംഘടിത പ്രക്ഷോഭമാണെന്ത്? ആറ്റിങ്ങൽ കലാപം. ആദ്യമായി നടന്ന സംഘടിത പ്രക്ഷോഭമാണെന്ത്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണെന്ത്? ആറ്റിങ്ങൽ കലാപം. വർഷം 1721 ഏപ്രിൽ 15. അടുത്ത ക്വസ്റ്റ്യൻ, തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായാണ് ബന്ധപ്പെട്ട് പ്രക്ഷോഭമാണ്? തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ആൻസർ ഓപ്ഷൻ എ, ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരല്ല? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി, സിദ്ദു കാനു ആണ് 1857 വിപ്ലവവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ. 1857 വിപ്ലവത്തിലെ പ്രധാന നേതാക്കന്മാരാണ് ആരൊക്കെ? ഇവിടെ റാണി ലക്ഷ്മിഭായും ബി ഹസ്രത് മഹൽ ഝാൻസിയിലാണ് റാണി ലക്ഷ്മിഭായി യുദ്ധം ചെയ്തിരുന്നത് അല്ലേ.
വസ്ത്രനഗറിൻ്റെ എവിടെയായിരുന്നു? ആഗ്രയും ഔധും. ബന്ധമില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? സിദ്ധു കാനുവാണ് ബന്ധമില്ലാത്ത ആൾക്കാർ. ഓക്കെ. അടുത്തത് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കൽ ഏഞ്ചലോ. മൈക്കൽ ഏഞ്ചലോ. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? കർത്താവ് ആരാണ്? ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ തിരിച്ചറിയുക. ഓപ്ഷൻ എ ഛത്തീസ്ഗഡിലെ മൈക്കല നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. രാജസ്ഥാനിലൂടെ ഒഴുകുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവന. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവന. ഏറ്റവും വലിയ നദി ഏതാണ്? ഇവിടെ നർമ്മദയാണ്. നർമ്മദയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏത് ശരിയാണെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ എ ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. രാജസ്ഥാനിലൂടെ ഒഴുകുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എപ്പോൾ ഏതാണ്? നർമ്മദയാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നുമാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ നദിയാണ് അല്ലേ? ഇത് വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്ക് ഇടയിലൂടെയാണ് ഒഴുകുന്നത്. നർമ്മദ നദി വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണെന്ത്? നർമ്മദ നദി. ഉത്ഭവസ്ഥാനം ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ. അമർകാണ്ടക്കിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ നദി ഒഴുകുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ആൻസർ നീലഗിരി. നീലഗിരിയാണ് സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം. നീലഗിരി എന്ന് പറയുന്നത് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്ന ഭാഗമാണെന്ന് നീലഗിരി. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്ന ഭാഗമാണ് നീലഗിരി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? മഞ്ഞു തിന്നുന്നവൻ. ഇതിലവിടെ ആൻസർ ഇല്ല. മഞ്ഞുതീനി എന്ന് പറയുന്ന പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്കാണ്. മഞ്ഞുതീനി എന്ന് പറയുന്ന പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്ക് എന്നാണ് മഞ്ഞുതീനിക്ക് പറയുന്നത്. മഞ്ഞുതീനി എന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഹർമട്ടൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഡോക്ടർ എന്നാണ് അല്ലേ? വരണ്ട കാറ്റാണെന്ത്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഹർമട്ടൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണെന്ത്? ഹർമാട്ടൻ എന്ന് പറയുക. ഹർമാട്ടൻ്റെ മറ്റൊരു പേരാണ് ഡോക്ടർ. ഡോക്ടറിന് വിളിപ്പേരുള്ള കാറ്റാണെന്ത്? ഹർമാട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫൊൻ എന്ന് പറയുമ്പോൾ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദമാണെന്ത്? ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദമാണ് ഫൊൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്തത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ആൻസർ അവസാദ ശിലകൾ.
അവസാദ ശിലകളാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ. ജുമ്മിങ് കൃഷിരീതി കണ്ടുവരുന്ന മോൻപോ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ആൻസർ അരുണാചൽ ഹിമാലയം. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപോ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയത്തിലാണ് മോൻപോ, മിഷ്മി, നാഗ എന്ന് പറയുന്ന ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്നത്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഉത്തരാഖണ്ഡ്. ആൻസർ ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ജോഷിമഠ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് വൺ, താഴ്ത്തന്നിരിക്കുന്നവ ചേരുംപടി ചേർത്ത് എഴുതുക. യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. സെയ്ത് വിളകൾ. സെയ്ത് വിളകൾ എന്ന് പറയുമ്പോൾ അത് സെയ്ത് വിളകൾ. സെയ്ത് പഴം, പച്ചക്കറി വരുന്നത് സെയ്ത്. റാബി വിളകൾ ഗോതമ്പാണ് റാബി. ഒറൈസ സറ്റൈവ നെല്ലാണ്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. സെയ്ത് വിളകൾ പഴം, പച്ചക്കറി വരുന്നത് സെയ്ത് വിളകളിലാണ്. റാബി ഗോതമ്പ്. റാബി ഗോതമ്പ്. ഒറൈസ സറ്റൈവ നെല്ല്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. അടുത്തത് 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ആൻസർ വിവരാവകാശം. വിവരാവകാശം. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം, അമൃതകാൽ എന്ന പോലെ അറിയപ്പെടുന്ന 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് വിവരാവകാശമാണ്. ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവുമെല്ലാം അമൃതകാൽ വരുന്നതാണ്. ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവുമെല്ലാം അമൃതകാലിലാണ് വന്നത്. നെക്സ്റ്റ് വൺ, നീതി ആയോഗിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ 1, 2, 3, 4 ഓപ്ഷനുകൾ ശരിയാണ്. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. നീതി ആയോഗിനെ കുറിച്ച് കോമണായി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ, അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കിയേക്കാം. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. എന്ത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ 2020 മെയ് 12 ആരംഭിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലമാണ് ഉള്ളത്. ആത്മനിർഭർ ഭാരത് അഭിയാൻ. അമൃതകാലവും ആത്മനിർഭർ ഭാരത് അഭിയാനുമൊക്കെ ഈ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, GST ബിൽ നിലവിൽ വന്നു എന്നാണത്. GST ബിൽ നിലവിൽ വന്നു 2017 ജൂലൈ 1. GST ബില്ല് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 1951 ഏപ്രിൽ 1.
ഒന്നുകൂടി GST ബില്ല് നിലവിൽ വന്നതെന്നാണ്. GST ബില്ല് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 രൂപീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1 രൂപീകരിച്ചു. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് എന്താണ്? നബാർഡ് ബന്ധമില്ലാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, 1980 ജൂലൈ 12 സ്ഥാപിതമായെന്നാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. നബാർഡ് എന്ന് പറയുമ്പോൾ കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ഒക്കെയാണ് അതിൻ്റെ മുഖ്യ അജണ്ട. കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ് നബാർഡിൻ്റെ മുഖ്യ അജണ്ട. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കാർഷിക വികസനം, കാർഷിക ഗ്രാമീണ ബാങ്ക്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും നബാർഡിൻ്റെ പ്രത്യേകത. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റിയാണ് പ്രകാരമാണത് രൂപീകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതയിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് പെടാത്ത കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ശരിയായ 4ാമത്തെ പ്രസ്താവന മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ ഏകദേശം നമുക്ക് അറിയാവുന്ന ഹേബിയസ് കോർപ്പസ്, മാൻഡസ്, പ്രൊഹിബിഷൻ, കോവാറൻറ്റോ എന്നിങ്ങനെയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് അവരുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പെടാത്ത ആശയം. മാർഗനിർദ്ദേശ തത്വങ്ങൾ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ 2ാമത്തത് മാത്രമാണ് പെടാത്തത്. ആൻസർ ഓപ്ഷൻ എ ആണ്. മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഒക്കെ എന്താണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്നതാണ്. ആമുഖം, അതിൻ്റെ പൗരത്വം വരുന്നുണ്ട്. പിന്നീട് മൗലിക കടമകൾ, കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്കകത്തുള്ള കണ്ടൻറ്റിനകത്ത് അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി, പെടാത്ത കർത്തവ്യം 3ാമത്തത്. ഇല്ല, വ്യക്തികൾ നികുതി അടയ്ക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരം, അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം 4ഉം ഉണ്ട്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരികൾക്ക് ഉദാഹരണമാണ്. സൈബർ നിയമങ്ങൾ അതിപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. 3 പോയിന്റുകളും നോക്കി വെക്കുക. അവശിഷ്ടാധികാരങ്ങൾ ഈ സമയങ്ങളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 1, സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ്. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ 1979 സ്ഥാപിതമായി. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ആണ് ചെയർപേഴ്സൺ.
തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി. ആൻസർ നാലാമത്തതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നാലാമത്തതാണ് തെറ്റായ ജോഡി. ശരിയായി നോക്കാം. ആശാഭവൻ മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണിത്. ഒന്നുകൂടി, ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. ഓക്കെ, ഇത് മൂന്നും കറക്റ്റായ കാര്യങ്ങൾ നോക്കാം. അത് എഴുതി വെച്ചേക്കുക. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശരിയായ വകുപ്പ് ഏതാണ്? ശരിയായ വകുപ്പ് ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തതാണ് ശരിയായ വകുപ്പ്. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ് 312. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1996 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അടുത്തത്, തന്നിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, കറക്റ്റ് നോക്കാം. ഒന്ന് വായിക്കാം നമുക്ക്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. കറക്റ്റ് ഓപ്ഷൻസ് പറയുമ്പോൾ കറക്റ്റ് ആയ പ്രസ്താവനകൾ അടുത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ വായിച്ചു പോകുക എന്നുള്ളത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. അല്ലേ? ഈ പ്രസ്താവനകളൊക്കെ തന്നെ മറ്റു പല എക്സാമുകൾക്കും ചോദ്യമായിട്ട് ഉത്തരമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തതാണ് തെറ്റായ ജോഡി. അല്ലേ? ആങ് സാങ് സൂചിയുടെ ലേഖനമാണ് ഭാരതത്തിൽ നിന്നുള്ള മോചനം. നെൽസൺ മണ്ടേലയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സൽമാൻ റുഷ്ദിയുടെ സാത്താൻ്റെ വചനങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ പ്രസ്താവന മാത്രം നോക്കില്ല. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ക്വാസി ഫെഡറൽ. അടുത്തത്, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. അല്ലേ? ജീവകം കെ ആണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതും ജീവകം കെ ആണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതും ജീവകം കെ ആണ്. ഇവിടെ ജീവകം സിയുടെ അഭാവത്തിലുള്ള അസുഖം ഏതാണ്? സ്കർവി. ഇയുടെ അഭാവത്തിൽ വന്ധ്യത ഉണ്ടാകാം. അല്ലേ? B3 നിക്കോട്ടിനിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥി രോഗം ഏതാണ്? പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥി രോഗം എന്താണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പ്രത്യുൽപാദന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണെന്ത്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത്. അല്ലേ? സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്നതാണത്. ആൻസർ ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് അസ്ഥിയെ സംബന്ധിക്കുന്ന രോഗമല്ല, അസ്ഥി സംബന്ധമായ രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ഈസ്ട്രജൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. ഈസ്ട്രജൻ
കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? കീലസന്ധി. 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 നട്ടെല്ലിനകത്തിൽ നമ്മൾ തല കഴിഞ്ഞിട്ട് ബാക്കി കഴുത്ത് ഭാഗം വരുമ്പോൾ അസ്ഥികൾ നമ്മുടെ നട്ടെൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലേ, ഈ എല്ലാണ് ഇങ്ങനെ വരിക. എന്നിട്ട് ഇതിനിടയ്ക്ക് 2 അസ്ഥികൾ ഇങ്ങനെ ജോയിൻസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു കണക്ഷൻ ഉണ്ട്, അതിലാണ് ഇരിക്കുക ഇവരെല്ലാവരും. അതുകൊണ്ട് നമുക്ക് പുറകോട്ട് വളയ്ക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കാലിൻ്റെ ഫീമർ അസ്ഥി എടുത്ത നേരെ ഒരു വരയല്ലേ, പക്ഷേ ഇവിടെ ഒരൊറ്റ ശൃംഖല ഇങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്ക് ആരുണ്ട്? ഇവിടെ ഒരു ജോയിൻ്റ്, അതാണ് കീലസന്ധി, അതാണ് സന്ധി. അതുകൊണ്ട് നമുക്ക് പുറം വളയ്ക്കാൻ ഒത്തിരി വളയത്തുമില്ല അല്ലേ, അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു സന്ധി പോലെ ഇവിടെ കാണുന്നുണ്ട്, അതാണ് കീലസന്ധി. അറ്റ്ലസും ആക്സിസും ആദ്യമേ കാണുന്ന അസ്ഥികളാണെന്ത്? അറ്റ്ലസും ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ഉള്ള അതിനെ വളയാനും നമ്മൾ കഴുത്ത് ഇരിക്കാനും ഒക്കെ കഴുത്ത് കുനിക്കാനും സഹായിക്കുന്നത് ആ അസ്ഥി ഉള്ളത് കൊണ്ടാണ്. നട്ടെല്ലിലെ അറ്റ്ലസ് ഏറ്റവും അടിയിൽ കാണുന്ന, ഏറ്റവും നമ്മുടെ നട്ടെല്ലിൽ അവസാനിക്കും കാണുന്നതാണ് കോക്സിസ് അല്ലേ. കോക്സിസ് എന്ന് പറയുന്ന അസ്ഥി കശേരുക്കൾ, കോക്സിസ് ഏറ്റവും അവസാനം. നട്ടെല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന സന്ധിയാണെന്ത്? കീലസന്ധി. നമ്മുടെ കഴുത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അസ്ഥികളാണ് രണ്ടെണ്ണവും, അറ്റ്ലസും ആക്സിസും. അടുത്ത ക്വസ്റ്റ്യൻ, ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. അടുത്തത്, വംശനാശം സംഭവിച്ച ഹോമിനിനുകളും മനുഷ്യപരിണാമത്തിൻ്റെയും ജനിതഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ. വംശനാശം സംഭവിച്ച ഹോമിനിനുകളെയും, ഹോമിനിഡ്സ് മനുഷ്യപരിണാമത്തിൻ്റെയും ജനിതഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ആൻസർ സാൻജെ പാബു ആണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടി എന്താണ്? സംസ്ഥാനത്ത് അനീമിയ തുടച്ചു നീക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്? ആൻസർ വിവാ കേരള. അനീമിയ എന്ന് പറയുമ്പോൾ രക്തക്കുറവ്, വളർച്ചയാണ് അല്ലേ. അപ്പോൾ അതിന് പെൺകുട്ടികൾക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്നത് അയൺ ഗുളികൾ കൊടുക്കാറുണ്ട് അല്ലേ, അയൺ ഗുളികളാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക ലക്ഷ്യത്തോടു കൂടി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പ്രചരണ പരിപാടിയാണെന്ത്? വിവാ കേരള. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അടുത്തത്, ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ കർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? നെഗറ്റീവാണ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഭൂമിയുടെ മാസിനോടും ഭൂമിയുടെ ആരത്തിനോടുമാണ് ബന്ധപ്പെട്ടിരിക്കുക. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം അതിൻ്റെ മാസിനോടും ഭൂമിയുടെ ആരത്തിനോടുമാണ് ബന്ധപ്പെട്ടിരിക്കുക. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/100 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടായിരിക്കും? ആൻസർ 80 ആണ്. അടുത്തത്, 2022 നവംബറിൽ EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ്? AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത്? ഭിന്നാത്മക മിശ്രിതം
എന്ന ഗണത്തിൽ വരുന്നത് ആരാണ്? കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്, ബഫർ ലായനിയാണ്. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. എന്ത് ലായനിയാണ്? ബഫർ ലായനിയാണ്. ബഫർ ലായനിയാണ്. രക്തത്തിൻ്റെ pH എത്രയാണ്? രക്തത്തിൻ്റെ pH ബഫറാണെന്ന് പറഞ്ഞു. രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4 ആണ് രക്തത്തിൻ്റെ pH. 7.4 ആണ് രക്തത്തിൻ്റെ pH. 7.4 ആണ് pH. ബ്ലഡിൻ്റെ pH എന്ന് പറഞ്ഞാൽ. അടുത്തത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? ആൻസർ ഹൈഡ്രജൻ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? നളചരിതം ആട്ടക്കഥ. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? കേശവൻ്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏതാണ്? 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഖാദർ കമ്മിറ്റി. അടുത്തത് 51 1/5 അധികം 2/5 സ്ക്വയർ പ്ലസ് 3/5 ദശാംശ രൂപം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 0.304. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ അന്ത്യപാദം, ആദ്യപാദം 25 അന്ത്യപാദമില്ലല്ലോ, പൊതുവ്യത്യാസം 10 ആദ്യപദം 25 പൊതുവ്യത്യാസം 10 ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണ്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യപദം 25 പൊതുവ്യത്യാസം 10 ആയാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണ്? ആൻസർ 2400. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 200 മീറ്റർ നീളമുള്ളൊരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ആൻസർ ഓപ്ഷൻ ഡി, 14 സെക്കൻഡ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിൽ ആയാൽ ഏറ്റവും വലിയ കോണിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 100 ഡിഗ്രി. ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ ഉയരവും 4 സെൻറ്റിമീറ്റർ, നീളം 25, വീതി 10, ഉയരം 4. ഇത് ഉരുക്കൊരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, 10 സെൻറ്റിമീറ്റർ ആണ്. -1 സ്ക്വയർ പ്ലസ് -1/3 പ്ലസ് -1/4 പ്ലസ് -1/5 ആയാൽ ആൻസർ എത്ര വരും? ഓപ്ഷൻ സി 0 കിട്ടുക. നെക്സ്റ്റ് വരുന്നത് a+b = 28, b+c 40, c+a 32 ആയാൽ a+b+cയുടെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 50. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസം ഉൾപ്പെടെ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ബന്ധമില്ലാത്ത സംഖ്യ ഇവിടെ ഏതാണ്? ക്ലോക്കിൽ സമയം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? ആൻസർ 60 ഡിഗ്രി. ഇംഗ്ലീഷ് നോക്കാമല്ലേ. നെക്സ്റ്റ്, ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. അതിൻ്റെ ആ പാർട്ട്, നോവലിൻ്റെ ആ പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ദ ലേറ്റസ്റ്റ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് സിഇഒയുടെ വിപുലീകരിച്ച രൂപം എന്താണ്? ആൻസർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ.
അടുത്തത് നോബഡി എൻജോയ്ഡ് ദ മൂവി. ആരും മൂവി എൻജോയ് ചെയ്തില്ല അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. നോബഡി എന്ന് പറയുമ്പോൾ അവിടെ നോ ഉണ്ട് അല്ലേ, എൻജോയ്ഡ് ഉണ്ട്. അപ്പോൾ എൻജോയ്ഡിൻ്റെ വെച്ചിട്ട് എഴുതാൻ നമുക്ക് ഡിഡ് ഫോമിലാണ് കിടക്കുക, അത് എഴുതാൻ പറ്റും. നോയും ഉണ്ട്, നോബഡിക്കകത്ത് നോ ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നോ വേണ്ട. എൻജോയ്ഡ് എന്നുള്ളത് കൊണ്ട് ഡിഡ് ഫോമാണ് അല്ലേ, ഡു ഡിഡ് ഫോമാണത്. അപ്പോൾ ഡിഡും നോക്കാം. ആൻസർ നമുക്ക് വരിക, ആൻസർ ഡിഡ് ദേ അല്ലേ. നോബഡി വന്നുകൊണ്ടാണ് ദേ വന്നേക്കുന്നത്. നോബഡി നോ ആയതുകൊണ്ടും അല്ലേ അവിടെ നോ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. സോ ഡിഡ് ദേ. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ്. ആൻസർ അതിൻ്റെത് അറ്റ് ആൻ ആംസ് ലെങ്ത്, അതിനോട് ചേരുന്നതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് അറ്റ് ആൻ ആംസ് ലെങ്ത്. രണ്ട് കുത്തില്ല, അതിനോട് ചേർന്ന് വരുന്ന സാധനമാണ്. നമ്മൾ അംശബന്ധം എന്ന് പറഞ്ഞ പോലെ അതിനോട് അംശബന്ധം അല്ല, ചേർന്ന് വരുന്ന ഭാഗം, അതിനോട് മാച്ച് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ആൻ ആംസ് ലെങ്ത്. ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്മോൾ. ആൻസർ ആസ് അല്ലേ. ദ വീക്ക് ക്രെപ്റ്റ് എലോങ് ആസ് സ്ലോലി ആസ് എ സ്നെയിൽ. എലോങ് ആസ് slowly as a snail. Pick out the wrong sentence. Pick out the wrong sentence. ഇവിടെ wrong manager. Option D. Pick out the wrongly spelled word. Entrepreneur, hygiene, accesses, delegate. Wrongly spelled word ഏതാണ്? Delegate ആണ് wrongly spelled word. അടുത്തത് if a person cannot be defeated, he is called an dash person. ഒരു പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ്, അതിന് എന്ത് വിളിക്കുന്ന ചോദിച്ചേക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ഇൻവിൻസിബിൾ. വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി. ലേസിക്ക് സമാനമായ പദം അല്ലാത്തത് ഏതാണ്? ഇൻസെസെൻറ്റ്. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്. അതിൻ്റെ പാസീവ് ഫോം എയും ബിയും സിയിലുണ്ട്, നോക്കി എഴുതുക ഏതാണ്. Where did she hide the necklace? അതിൻ്റെ പാസീവ് ഫോം ഏതാണ്? Where was the necklace hidden? Where was the necklace hidden? അടുത്തത് ഒറ്റപ്പദം മലയാളം. അറിയാൻ ആഗ്രഹമുള്ള ആൾ. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ് രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? കടവടിപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീതമായി വരുന്ന പദം ഏതാണ്? പ്രതീജി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ചകോരം. വീട് പ്ലസ് പണി ചേർത്ത് എഴുതുക. വീടുപണി. കേമൻ പിരിച്ചെഴുതുക. കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. ആൻസർ കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചനം താഴെ കൊടുത്തിട്ടുള്ള ഏതാണ്? അവയുടെ ഏകവചനം. അവ എന്നതിൻ്റെ ഏകവചനം. അവയുടെ ഏകവചനം ഏതാണ്? അത്. അടുത്തത് ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഒന്നും ശരിയല്ലെന്നാണ് കേട്ടോ. ഓക്കെ, വേണ്ട. നെക്സ്റ്റ്, എന്താണ് സ്ത്രീധന മരണം? എന്താണ് സ്ത്രീധന മരണം? ആൻസർ ഓപ്ഷൻ ബി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിലല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുന്നുണ്ട്. വർഷം ഓർത്ത് വെക്കുക, 7 വർഷത്തിനുള്ളിലാണ്, അത് ഓർത്ത് വെക്കുക. അടുത്തത്, ഇവയിൽ ഏതാണ് ശരി? ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി. വിവാഹിതരായ സ്ത്രീയുടെ മാന്യത അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. അടുത്തത്, കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണ്ടം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ട് പോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം എന്ന കുറ്റം.
ഒന്നിരുത്തി 2 പ്രാവശ്യം വായിച്ചിട്ട് കിട്ടും അത്. കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്നാണ് വിളിക്കുക. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ആവശ്യമാണ്. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? എല്ലാവർക്കും. സബ് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേക അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എല്ലാവർക്കും ക്രിമിനൽ നടപടി കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താനുള്ള അധികാരമുണ്ട്. ടൈപ്പ് റൈറ്റർ വിദഗ്ധൻ്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1972 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്താണ്? എയും ബിയും ഉണ്ട്. അതായത് ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിൻ്റെ പരിധിയിൽ വരുന്നു. ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലിഫോണും വരും. ഓക്കെ. ഇന്ത്യൻ തെളിവ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണ്. ഇന്ത്യൻ തെളിവ് നിയമം ഒരു നടപടിക്രമമല്ല. ഇന്ത്യൻ പാർലമെൻറ്റാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി പോലീസിംഗ് ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസ് കമ്മ്യൂണിറ്റി പോലീസ്. ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസാണ് കമ്മ്യൂണിറ്റി പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളുടെയും സംരക്ഷകനാണ് പോലീസ്. എല്ലാ പൊതു സ്വത്തുക്കളുടെയും സംരക്ഷകനാണ് പോലീസ്. പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. സംസ്ഥാനത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നാർക്കോട്ടിക് ആക്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 20 പേര്. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 17-10-2000. IT ആക്ട് വന്ന വർഷം 17-10-2000. അടുത്ത ക്വസ്റ്റ്യൻ. IT ആക്ടുകളിൽ സൈബർ ടൈറ്റിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്? സൈബർ ടൈറ്റിസം പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ. എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് അവിടെ നിന്ന് അല്ലേ? പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം? പോക്സോ നിയമം 2019 ഭേദഗതി വരുത്തില്ല. ഇറങ്ങി 2012 നിലവിൽ വരുന്നത്. ഭേദഗതി വരുത്തി 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവർ നൽകുന്നത് എവിടെയാണ്? ആൻസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് 10 രൂപയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. താങ്ക് യു.